സിറ്റി പോലീസ് കമ്മീഷണർ സംഭവത്തിൽ വിശദീകരണം, അതായത് വിശദമായൊരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെയൊക്കെ തന്നെ മൊഴി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിവരണമാണ് കൃത്യമായി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതൊരു സൂചനയാണെന്നും എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ ഉടൻ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്താണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ മരമൊക്കെ തന്നെ വലിയ രീതിയിൽ തീ ബാധ ഏറ്റു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അല്പസമയം മുമ്പാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മരത്തിലൊക്കെ തന്നെ കുറേ നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. രാവിലെ വലിയൊരു അഗ്നിഗോളം തന്നെയായിരുന്നു ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്നറിയാം. നമ്മൾ അല്പസമയം മുമ്പ് ദൃക്സാക്ഷികളുടെ വിവരണമൊക്കെ തന്നെ കേട്ടതാണ്. വലിയൊരു ഞെട്ടൽ എല്ലാവർക്കും ഉണ്ടായി. തൃശ്ശൂർ നഗര മധ്യത്തിലെ സ്ഥലം, റെയിൽവേ സ്റ്റേഷന് സമീപം പാർക്കിങ്ങിൽ ഇത്തരത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ ഞെട്ടലാണ് നാട്ടുകാർക്ക് ഉണ്ടാക്കിയത്. നഗരമധ്യത്തിലായതുകൊണ്ടും ഫയർഫോഴ്സിന് വളരെ പെട്ടെന്ന് എത്താനായതുകൊണ്ടും ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞു. അതല്ലായിരുന്നെങ്കിൽ വലിയ വിപത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. പ്രത്യേകിച്ച് റെയിൽവേ ട്രാക്കുകളാണ് തൊട്ടപ്പുറത്തുള്ളത്. റെയിൽവേ ട്രാക്കിലേക്ക് മറ്റും തീ പടരുന്ന സാഹചര്യം ഉണ്ടാവുമെങ്കിൽ സംസ്ഥാനത്തെ റെയിൽ ഗതാഗതമൊക്കെ തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്, ഗതാഗതമൊക്കെ തന്നെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുക. അതില്ലാതായതും വലിയൊരു ദുരന്തം ഒഴിവായി എന്നുമൊക്കെ തന്നെ പറയാം. വലിയ ഷീറ്റുകൾ സ്പേസ് ആണ് അവിടെ. ഇന്ന് ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ എത്ര ബൈക്കുകൾ ഉണ്ടായിരുന്നു, എത്ര ബൈക്കുകൾ കത്ത് നശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സാധാരണക്കാരുടെ ആശ്രയമായ വാഹനങ്ങളായിരിക്കണം. അതിൽ ഏതെങ്കിലും ഉടമകൾ അവിടെ എത്തിച്ചേർന്നിരുന്നോ? അവർക്ക് ഈ അവരുടെ നഷ്ടത്തിനുള്ള നഷ്ടം എങ്ങനെ നികത്താൻ കഴിയുമെന്ന ചോദ്യമൊക്കെ ഉണ്ടല്ലോ. അത്തരം ചോദ്യങ്ങൾക്കൊക്കെ പ്രാഥമികമായ എന്തെങ്കിലും ഉത്തരങ്ങൾ, അതിന്റെ ചെറിയ സൂചനകൾ എന്തെങ്കിലും അവിടെ നിന്ന് എത്തിയ അധികാരികളോ മന്ത്രിയോ ഒക്കെ പറയുന്നുണ്ടായിരുന്നോ? ഇല്ല, പ്രാഥമികമായി പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നടപടിയാണ് ആദ്യം അധികൃതരിൽ നിന്നും ഉണ്ടായത്. തീ എത്രയും പെട്ടെന്ന് അണയ്ക്കുക, വിപത്ത് ഇല്ലാതാക്കുക, അതിനുശേഷം മറ്റു നടപടിയിലേക്ക് പോവുക എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. മറ്റു നഷ്ടപരിഹാര സാധ്യതകൾ എന്ത് എന്ന് ഉദ്യോഗസ്ഥർ ഇനിയും പറഞ്ഞിട്ടില്ല. മന്ത്രി പറഞ്ഞതും അന്വേഷണം സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. 300ഓളം ബൈക്കുകൾ കത്തി എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് നമ്മളോടൊപ്പം ഉണ്ട്. ഏതാണ്ട് 300ഓളം ബൈക്കുകൾ കത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കൃത്യമായ കണക്കുമ്പോൾ ലഭിച്ചിട്ടില്ല. 300ഓളം കണക്കെന്നുള്ള ഏതാണ്ട് ഏകദേശ കണക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇത് വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയായി തന്നെ ഇവിടെ കാണേണ്ടതുണ്ട്. കാരണം ഇത്രയേറെ ബൈക്കുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ പെട്രോൾ വാഹനങ്ങളാണ്, വലിയ അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. അടിയന്തരമായി തന്നെ വരും ദിവസങ്ങളിൽ കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ട് സുരക്ഷാ ഓഡിറ്റ് ഇത്തരം സ്ഥലങ്ങളിൽ, കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഇത്തരത്തിൽ ബൈക്കുകൾ പാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോഴാണ് ഇത്രയേറെ ബൈക്കുകൾ കൂട്ടി വയ്ക്കുന്ന സ്ഥലത്ത്, പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇത്തരം അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സുരക്ഷാ ഓഡിറ്റ് ബന്ധപ്പെട്ട് അടിയന്തരം നടപടി സ്വീകരിക്കും. കോർപ്പറേഷന്റെ പരിധിയുള്ള സ്ഥലം തന്നെയാണല്ലോ അല്ലേ? അതിലെന്തെങ്കിലും നമുക്ക് കോർപ്പറേഷൻ കൂടുതൽ ചെയ്യാൻ കഴിയുമോ? അല്ല, റെയിൽവേയുടെ പാർക്കിംഗ് സ്പേസ് ആണ്. പക്ഷേ അതിനെന്താണ് കോർപ്പറേഷൻ ചെയ്യേണ്ടത് ആ കാര്യം അടുത്ത ദിവസം കടക്കും. കാരണം ഇത്തരം സംഭവങ്ങൾ ഈ സംഭവിക്കാൻ പാടില്ല. മാത്രമല്ല നിരവധി ബൈക്കുകൾക്ക് അത്യാവശ്യം വലിയ അപകട സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ബൈക്ക് ഉടമകൾക്കും ഇപ്പൊ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ബൈക്ക് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അല്ല, സ്വാഭാവികമായിട്ട് പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ട കാര്യം. ബൈക്ക് ഉണ്ടായിരുന്നു? എന്റെ ബൈക്കല്ല, ഇത് കൊക്കാലതി പിടിച്ചിട്ടുണ്ടായിരുന്നതിന് മുമ്പ് ദിവാഞ്ചി മേടിക്കാൻ. അപ്പോ ഞാൻ സംസാരിച്ച് ഞാൻ അതിലേക്ക് വരാം. ഒരു നിമിഷം. സൈഫു, റവന്യൂ മന്ത്രി ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനും കൂടി ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യം ചോദിക്കാം. ശ്രീ രാജൻ, എങ്ങനെയാണ് ഈ റിപ്പോർട്ട് നേടിയിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നു? ഒരുപാട് ബൈക്കുകളുണ്ട്, സാധാരണക്കാർക്ക് ഒരു നഷ്ടം സംഭവിച്ചില്ലല്ലോ. അതിൽ ഈ നഷ്ടപരിഹാര സാധ്യത എന്തെങ്കിലും ഉണ്ടോ അവരുടെ ഇൻഷുറൻസ് ക്ലെയിം അല്ലാതെ? ഇപ്പൊ അത് പരിശോധിക്കുന്നുണ്ട്. അവരുടെ ഇൻഷുറൻസ് ക്ലെയിമിന് കഴിഞ്ഞ് പിന്നെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വരും. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ പിന്നെ നടരാജന് അറിയാം, ഇതൊരു വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ സാധാരണ നിലയ്ക്ക് ജോലിക്ക് പോകാൻ നിൽക്കേണ്ട ഒരു ഘട്ടമാണ്. പാസഞ്ചറൊക്കെ കാത്തിട്ട്
അപ്പോൾ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകാൻ എന്ത് ആണ് കാരണമെന്നുള്ളതിനെ കുറിച്ചാണ് പ്രാഥമികമായി നമ്മൾ അന്വേഷണം നടത്തുന്നത്. അതുപോലെ തന്നെ ഇത്തരം പാർക്കിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ച് ഗൗരവമായൊരു സുരക്ഷ ഓഡിറ്റ് നടത്തണം. ഇതിപ്പോൾ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ധാരണയുമില്ലാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ഏതെങ്കിലും വിധത്തിൽ കടക്കാനുള്ള എൻട്രൻസുകൾ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിനകത്ത് ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ എങ്ങനെ, ഇപ്പോൾ സത്യത്തിൽ ഒരു പെട്രോൾ ബോംബ് ഉണ്ടാവേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായത്. എല്ലാ വാഹനങ്ങളും പെട്രോൾ വാഹനങ്ങളാണ്. പലതിൻ്റെയും ബോണറ്റ് അനുസരിച്ച് പെട്രോൾ ടാങ്ക് അടക്കം കത്തിപ്പോയതിൻ്റെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം ഒരുമിച്ച് നിന്നാണ് കത്തിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകാവുന്ന ഗുരുതരാവസ്ഥ എത്ര ഭീകരമായിരിക്കും. ആളുകൾ ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. പാർക്കിംഗ് ചെയ്യാൻ ആളുകൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു സുരക്ഷ കൂടി കണക്കാക്കി കൊണ്ടുള്ള നടപടികൾ തുടർന്നെടുക്കണം. റിപ്പോർട്ട് ലഭ്യമായാൽ തുടർ നടപടികൾ ഉണ്ടാകും. റിപ്പോർട്ട് ലഭ്യമായാൽ തുടർ നടപടിയുണ്ടോ? നമ്മളിപ്പോൾ പോകുന്ന കൗൺസിലറുണ്ട്, വളരെ ആശങ്കപ്പെടുത്തുന്ന സംഭവം നഗര മധ്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയൊരു സമാധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ആളപായം ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പാർക്കിങ്ങൾ അനുവദിക്കുമ്പോൾ അവർക്കിത് ഒരു തീപിടുത്തം ഉണ്ടായാൽ അത് കെടുത്താനുള്ള സൗകര്യമുണ്ടോ അനുസരിച്ചിട്ട് വേണം ടെൻഡർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതനുസരിച്ചുള്ള ആളുകൾക്ക് വേണം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് സുരക്ഷാ സംവിധാനം. കാരണം 10 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കലോത്സവം നടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയധികം കുട്ടികളും ഇത്രയധികം പബ്ലിക്കും വരുന്നൊരു സ്ഥലത്ത് ഇത്ര വലിയൊരു അപകടം ഉണ്ടായത് നമ്മൾ ആശങ്കാജനകമാണ്. അത് വളരെയധികം അന്വേഷണം നടത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും പൊതുപ്രവർത്തകരും അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കലോത്സവം പോലൊരു ഇവന്റ് നടക്കാനിരിക്കുകയാണ് അടുത്ത ആഴ്ച. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ പൊതുസ്ഥലങ്ങളിൽ വേണമെന്നുള്ള ആവശ്യവും ഉയരുന്നു.